Types of leveling. Types of direct leveling. Fly leveling, it is the process of finding the level difference between two distant points by taking backsides and foresides only. Intermediate sides are avoided. Only backside reading and foresight readings are taken, and this is adopted in reconnaissance survey. Suppose, take this example. Okay, so A is a benchmark, and we have so many points, and we have to actually find the reduced level of B. Okay, suppose A എന്ന് പറയുന്ന പോയിന്റ് സപ്പോസ് നമ്മൾ ഇമാജിൻ ചെയ്യാം എ എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്താണെന്ന് വിചാരിക്കുക, ബി എന്ന് പറയുന്ന പോയിന്റ് സേ കൊല്ലത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഏകദേശം ഒരു 70 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയുടെ റെഡ്യൂസ് ലെവലാണ്. എ എന്നുള്ളത് ഒരു പെർമനന്റ് ബെഞ്ച് മാർക്കാണ്, അതായത് വളരെ അക്യുറേറ്റ് ആയിട്ട് എയുടെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചു. എന്താണ് റെഡ്യൂസ് ലെവൽ? ഇറ്റ് ഈസ് ദ എലിവേഷൻ എബോ ഡേറ്റം അല്ലെ. സോ സപ്പോസ് മീൻ സീ ലെവലിൽ നിന്ന് 100 മീറ്റർ ഉയരെയാണ് എ എന്ന് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഫസ്റ്റ് വി ഹാവ് ടു കീപ് ദ ഇൻസ്ട്രുമെന്റ് അറ്റ് 1 പോയിന്റ്, സേ I1. അപ്പോൾ ആ I1ൽ നിന്ന് എ കാണാൻ പറ്റണം. എന്നിട്ട് നമ്മൾ S1 എന്ന് പറഞ്ഞ ഒരു പുതിയ സ്റ്റേഷൻ നമ്മൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് എടുക്കുക. അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, എ തൊട്ട് I1 വരെയുള്ള ദൂരം I1 തൊട്ട് S വരെയുള്ള ദൂരവും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എറർ ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. സോ എയിലോട്ട് നമ്മൾ എന്താണ് ബാക്ക് സൈറ്റ് എടുക്കുക, അതുപോലെ S1ലോട്ട് ഫോർ സൈറ്റ് എടുക്കുന്നു. ഇനി അഗെയിൻ ഇവിടെ നിന്ന് ഈ ഡംപി ലെവലിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സെറ്റപ്പ് ഓക്കെ I2ൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നു. സെറ്റിംഗ് അപ്പ് ലെവലിംഗ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് ബൈ ഫോക്കസിങ് ഐ പീസ് ആൻഡ് ഫോക്കസിങ് ദ ഒബ്ജക്റ്റീവ്. ഇത്രയും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. S1ലോട്ട് നോക്കി ബാക്ക് സൈറ്റ് റീഡിങ് എടുക്കുന്നു. അതിനുശേഷം ടെലിസ്കോപ്പ് കറക്കുന്നു. S2 എന്ന് പറഞ്ഞൊരു പുതിയ സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ സ്റ്റാഫ് ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുവയ്ക്കുന്നു. അങ്ങോട്ട് സൈറ്റ് ചെയ്യുന്നു, റീഡിങ് എടുക്കുന്നു. സോ ഇവിടെയും ഒരു ബാക്ക് സൈറ്റ് ആയി, ഫോർ സൈറ്റ് ആയി. അഗെയിൻ ഇവിടെ നിന്ന് ഡംപി ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നു. പുതിയൊരു സ്ഥലം I3ൽ കൊണ്ട് ഡംപി ലെവൽ ഫിക്സ് ചെയ്യുന്നു. ഇവിടെ നിന്നും നമ്മൾ ബാക്ക് സൈറ്റ് S2ലോട്ട് എടുക്കുന്നു, അതുപോലെ ബി എന്നുള്ള പോയിന്റിലോട്ട് ഫോർ സൈറ്റ് എടുക്കുന്നു. അപ്പൊ ഈ ഒരു ഒബ്സർവേഷൻസിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഇല്ല അല്ലെ. അപ്പൊ ഈ ഒരു കേസിൽ IS എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ് മാത്രം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റെക്കഗ്നൈസൻസ് സർവേയിലാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഫ്ലൈ ലെവലിംഗ്. സോ ഇൻസ്ട്രുമെന്റ് ഇസ് ഷിഫ്റ്റഡ് ടു I2. നോ, ഇവിടെ എല്ലാം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? I2 ഇസ് മിഡ്വേ ബിറ്റ്വീൻ S1 ആൻഡ് S2. ഓക്കെ, നമ്മൾ എടുക്കുന്ന രണ്ട് സ്റ്റാഫ് സ്റ്റേഷനും സെൻട്രൽ പോയിന്റിലായിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് സർവേ വി കോൾ ഇറ്റ് ആസ് ഫ്ലൈ ലെവലിംഗ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദി എലിവേഷൻസ് ഓഫ് പോയിന്റ്സ് അറ്റ് ഷോർട്ട് മെഷേർഡ് ഇന്റർവെൽസ്. നോർമലി ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ഒക്കെയാണ് ഇന്റർവെൽ ആയിട്ട് എടുക്കുക, along a fixed center line. Okay, so normally ഇപ്പോൾ ഒരു റെയിൽവേ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു റോഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ, കനാൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ ഓർ സീവർ കൺസ്ട്രക്ഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് സെൻട്രൽ ലൈനിലൂടെ അതിൻ്റെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാൻ ചെയ്യുന്ന ടൈപ്പ് സർവേക്ക് ഉപയോഗിക്കുന്ന റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് ലെവലിംഗ് ആണ് പ്രൊഫൈൽ ലെവലിംഗ്. സോ ഈ ഒരു പ്രൊഫൈൽ ലെവലിംഗിൽ നമ്മൾ ആദ്യം സെൻറ്റർ ലൈനിൽ 10 മീറ്റർ ഇന്റർവെല്ലിൽ എലോങ് ആ ഒരു സെയിം ലൈൻ പോയിന്റ്സ് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ദ ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ഡിറ്റർമിനിങ് ദ എലിവേഷൻ ഓഫ് ഗ്രൗണ്ട് സർഫസ് അറ്റ് സ്മോൾ സ്പേഷ്യൽ ഇന്റർവെൽ എലോങ് എ ലൈൻ, ഓക്കെ, ഓർ എലോങ് എ ഫിക്സഡ് സെൻറ്റർ ലൈൻ is called profile level. So profile leveling, what is the main operation? The main idea is to determine the elevation, okay, of ground surface. And നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? ലെവൽ ഡിഫറൻസ്, ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് അതിന്റെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക്
ഒരു ചെറിയ സ്പേഷ്യൽ ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മെഷേർഡ് ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ അതായത് 10 മീറ്റർ ദൂരം മാറിയുള്ള പോയിന്റുകളുടെ എല്ലാം റെഡ്യൂസ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. എന്തിനാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതുവഴി ഒരു ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവല് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിലൂടെ വെഹിക്കിൾ ട്രാവൽ ചെയ്യണമെങ്കിൽ ആസ് പെർ ഇന്ത്യൻ റോഡ് കോൺട്രസ്റ്റ് ഒരു പെർമിസിബിൾ ആയിട്ടുള്ള ഗ്രേഡിയന്റ് ഉണ്ട് അല്ലെ. അതിലും കൂടുതൽ സ്ലോപ്പ്, കയറ്റമോ ഇറക്കമോ ആയാൽ വെഹിക്കിൾ കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ട് ആ റോഡിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആ റോഡിന്റെ അല്ലെങ്കിൽ ഇപ്പൊ റെയിൽവേ ട്രാക്ക് ആണെങ്കിൽ അതിന്റെ ഫങ്ഷണാലിറ്റിയും അതിന്റെ സേഫ്റ്റിയും ഒക്കെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു പെർമിസിബിൾ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രേഡിയന്റ് ആണ് വി കോൾ ഇറ്റ് ആസ് ദി പെർമിസിബിൾ ഗ്രേഡിയന്റ് അല്ലെ. അപ്പൊ ആ ഒരു ഗ്രേഡിയന്റിലാണോ റോഡ് കൺസ്ട്രക്ഷൻ, ആഫ്റ്റർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിംഗ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി നമുക്ക് ആ ഒരു എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവലിന്റെ ഓരോ പോയിന്റിന്റെയും ലെവൽ ഡിഫറൻസ് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം അവിടെ കട്ടിങ്ങും എക്സ്കവേഷൻ അല്ലെങ്കിൽ ഫില്ലിങ് റിക്വയർഡ് ആണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും കംപ്ലീഷൻ ആവുമ്പോഴും നമുക്ക് അതിന്റെ ഫങ്ഷണാലിറ്റിയും സേഫ്റ്റി, കംഫർട്ട് ടു ദ യൂസേഴ്സ് ഇതെല്ലാം എൻഷുർ ചെയ്യാനും ഇത്തരം പോയിന്റ്സ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. സോ ദ ബിഗിനിങ് സ്റ്റേഷൻ ഓഫ് പ്രൊഫൈൽ ലെവലിങ്ങിനെ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് 0+00 അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇനി അവിടെ നിന്ന് 100 മീറ്റർ ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 100 വരുമ്പോഴത്തേക്കും ആ സ്റ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുൾ സ്റ്റേഷൻ. അപ്പൊ ആദ്യം 0, 10 മീറ്ററിലെ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ, 20 മീറ്ററിലെ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ, അങ്ങനെ നമുക്ക് 100 മീറ്റർ എത്തുമ്പോൾ ഉള്ള ആ സ്റ്റേഷനെ വിളിക്കുന്ന പേരാണ് ഫുൾ സ്റ്റേഷൻ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ പ്ലസസ് വെച്ചിട്ടാണ് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ആർ ഡിസിഗ്നേറ്റഡ് ആസ് പ്ലസസ്. ഇപ്പോൾ ഒരു 153.25 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി നമുക്കൊരു 153.25 എന്നുള്ള ഒരു പോയിന്റ് എത്തുവാണെങ്കിൽ അതിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്ര? 1 കിട്ടും അല്ലെ. സോ 1 എന്ന് പറയുന്നത് എന്താണ്? ഫുൾ സ്റ്റേഷൻ. 1 + 53.25, അതായത് ഒരു ഫുൾ സ്റ്റേഷനും അത് കഴിഞ്ഞിട്ട് 53.25 മീറ്റർ ഫുൾ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ്. ഓക്കെ, അതാണ്. സോ നമ്മൾ നോർമലി ഇപ്പൊ ഹൈവേ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന വഴികളിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ സൈഡിലുള്ള ഐദർ എന്താണ് കോമ്പൗണ്ട് വാൾസിലോ അല്ലെങ്കിൽ അതിന്റെ റോഡിന്റെ സൈഡിലോ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ 500+ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാർക്കിങ്സ് കാണാൻ പറ്റും. 500, 550, 600 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി പ്രോജക്റ്റ്, ആ റോഡിന്റെ അലൈൻമെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് നമ്മൾ ആ കാണുന്ന പോയിന്റ് വരെയുള്ള ചെയിനേജ് ആണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊഫൈൽ ലെവലിംഗ്, the definition is that it is the process of determining the elevation of points at short measured intervals, say 10 meter, along a fixed center line. And this is normally used for railway, roadway, highway, canal project, transmission lines, sewers, etc. സോ ഈ ഒരു ഫോട്ടോ, ഈ ഒരു എന്താണ് ഇതിന് താഴെ കാണുന്ന ഒരു പ്ലാൻ വ്യൂ ആണ്. നമ്മൾ I1 വെച്ചു, എന്നിട്ട് ബെഞ്ച് മാർക്കിലോട്ട് ബാക്ക് സൈഡ് എടുത്തു, എന്നിട്ട് A1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, 1 എന്ന് അത് കഴിഞ്ഞ് 10 മീറ്റർ മാറിയുള്ള പോയിന്റ് ആണ് 2. അപ്പൊ 3, 4, 5 അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇതെല്ലാം നമ്മുടെ ഇന്റർമീഡിയറ്റ് സൈഡ്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ബിയിലെ പോയിന്റിലെ 4 സൈറ്റ് എടുത്തിട്ട് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് I2 വെച്ചു. അഗൈൻ I2 ബിയിലോട്ട് നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കുന്നു. പിന്നെ ഇതെല്ലാം 9 വരെ എല്ലാം ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ്. ആൻഡ് ദെൻ സി എന്നുള്ള പോയിന്റ്. അപ്പൊ ഇങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി റോഡ് തൊട്ട് എൻഡിങ് പോയിന്റ് ഓഫ് ദി റോഡ് വരെ കണ്ടിന്യൂ ചെയ്ത് പോവും. റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ എക്സ് ഡയറക്ഷനിലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വൈ ഡയറക്ഷനിലെ ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽസ് വൈ ഡയറക്ഷനിൽ മാർക്ക് ചെയ്ത് ആ ഒരു ഗ്രാഫ് വരച്ച് കംപ്ലീറ്റ് ചെയ്യും. ഈ ഗ്രാഫിനെയാണ് നമ്മൾ പ്രൊഫൈൽ ഓഫ് ദി റോഡ് എന്ന് പറയുന്നത്.